നമസ്കാരം, നന്ദു ആണേ. ഞാൻ ആ വീഡിയോയുടെ ക്യാപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഫിനോയിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനൊരു കിറ്റ് വാങ്ങിയിട്ടുണ്ട്. ഫിനോയിലിൻ്റെ കിറ്റ് ഇപ്പോൾ ഇതുപോലെ മാർക്കറ്റിൽ ലഭ്യമാണ്. ഏകദേശം 200 രൂപ മുതൽ മുകളിലേക്ക് ഇത് കിട്ടാനുണ്ട്. അത് ക്വാണ്ടിറ്റി അനുസരിച്ച് വ്യത്യാസം വരും. ഇതിലധികം കെമിക്കൽസ് ഒന്നുമില്ല. വലിയൊരു ബോട്ടിൽ, അതായത് 1 ലിറ്റർ ഫിനോയിൽ ബേസും അതിൻ്റെ കൂടെ ഇതുപോലെ 2 കുപ്പികളിലായിട്ട് കർപ്പൂര തൈലവും പുൽത്തൈലവുമാണ് കിട്ടാനുള്ളത്. നേരത്തെ കർപ്പൂരം പൊടിയായിട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത്, ഇപ്പോൾ അത് തൈലമായി തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുറച്ചുകൂടി വലിയൊരു ബോട്ടിലേക്ക് ഈ ഫിനോയിൽ ബേസ് മാറ്റേണ്ടതായിട്ടുണ്ട്. ഈ ഫിനോയിൽ ബേസ് എന്ന് പറയുമ്പോൾ പൈൻ ഓയിലും സോഫ്റ്റ് സോപ്പും കൂടി മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു കെമിക്കലാണ്. അത് ഇതുപോലെ ഒരു വലിയ ബോട്ടിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഇതുപോലെ വലിയ ബോട്ടിലേക്ക് മാറ്റിയാൽ മാത്രമേ നമുക്കിത് നല്ലപോലെ കുലുക്കി മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യമായി മിക്സ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കർപ്പൂര തൈലമാണ്. ഇതിപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയതും കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ ആദ്യം കർപ്പൂര തൈലം എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യം കർപ്പൂര തൈലം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ശേഷം ഇനി പുൽത്തൈലം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ആ കുപ്പി മുറുക്കി അടച്ചതിന് ശേഷം നല്ലതുപോലെ ഇത് കുലുക്കി കൊടുക്കണം. എത്രത്തോളം കുലുക്കുന്നോ അത്രത്തോളം നന്നായി ഇത് മിക്സ് ആകും. ഓക്കെ, ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും ഒരു 50 മില്ലി മാറ്റിയെടുക്കണം. ഈ 50 മില്ലി ലിക്വിഡ് ഒരു 1 ലിറ്ററിൻ്റെ ബോട്ടിലേക്ക് മാറ്റുന്നുണ്ട്. ഓക്കെ, അതിലേക്ക് 1 ലിറ്റർ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ലിറ്റർ തികച്ചൊഴിക്കണ്ട. തികച്ചൊഴിച്ചാൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. വെള്ളം അത്യാവശ്യം ഇളകുന്നത് പോലെ കുറച്ച് ഭാഗം ഫ്രീ ആയി കിടന്നാലേ നന്നായി മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ കുപ്പിയുടെ മുക്കാൽ ഭാഗത്തോളം വെള്ളമായിട്ടുണ്ട്. ഇനി നന്നായി അടച്ച് നന്നായി കുലുക്കിയെടുക്കാം. അപ്പോൾ അതോടെ നമ്മുടെ ഫിനോയിലിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് പ്രത്യേകിച്ച് കളറോ പെർഫ്യൂമോ ഒന്നും ചേർക്കുന്നില്ല. ചേർക്കാത്തതിൻ്റെ കാരണം ഇതിൽ പുൽത്തൈലവും കർപ്പൂര തൈലവും ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ ഇത് ഉപയോഗിച്ച് തുടച്ചു കഴിഞ്ഞാൽ ഈച്ച, പ്രാണി അങ്ങനെയുള്ള ജീവികളൊന്നും വന്നിരിക്കാൻ സാധ്യതയില്ല. അതിന് പകരം റോസ് അല്ലെങ്കിൽ ലെമൺ അങ്ങനെയുള്ള എന്ത് പെർഫ്യൂമും ചേർക്കാം. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ അതൊക്കെ എത്രത്തോളം ഇവറ്റകളെ മാറ്റി നിർത്തുമെന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റില്ല. ഞാനിപ്പോൾ ചെറിയൊരു ബോട്ടിലേക്ക് മാറ്റിയിരിക്കുന്നത് നമുക്ക് സെയിൽ ചെയ്യാനാണെങ്കിൽ ഇതുപോലെ ചെറിയ ബോട്ടിലാക്കി സെയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഇതിലേക്ക് കളറും പെർഫ്യൂമും നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ കർപ്പൂര തൈലവും പുൽത്തൈലവും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മുടെ കർപ്പൂര തൈലവും പുൽത്തൈലവും ചേർത്ത് അതിന് പ്രത്യേകിച്ച് കളറൊന്നും ചേർക്കാതെ കിട്ടിയ ഫിനോയിലാണിത്. ഈ പഴയ ബോട്ടിലുള്ളത് ഞാൻ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഏകദേശം 56 രൂപയാണ് MRP കിടക്കുന്നത്. ഞാനൊരു 50 രൂപയ്ക്ക് വാങ്ങിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതേ സെയിം ക്വാണ്ടിറ്റി ഫിനോയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തത് 10 രൂപയിൽ താഴെ ചിലവിലാണ്. അപ്പോൾ ഇതോടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്